ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ആകുലരാകുന്നത് കൊണ്ട്, ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി, ഒരു ദിവസം കൂടി കൂട്ടാൻ നിനക്ക് സാധിക്കുമോ? ഇതൊരു ചോദ്യമാണ്. നമ്മളെ അലട്ടേണ്ടത്, നമ്മളെ ഉറക്കം കെടുത്തേണ്ട മനോഹരമായൊരു ചോദ്യം. ആകുലത, നമുക്കെല്ലാത്തിനെ കുറിച്ചും ആകുലതയാണ്, ടെൻഷനാണ്. അതെങ്ങനെ, ഇതെങ്ങനെ, അങ്ങനെ ആയിരിക്കും, നാളത്തെ എൻ്റെ ജീവിതം എന്തായിരിക്കും, ഞാൻ ഇവിടുന്ന് മുമ്പോട്ട് പോയാൽ എൻ്റെ ജീവിതാവസ്ഥ എന്തായിരിക്കും? ഈ ചോദ്യങ്ങളെല്ലാം നല്ലത് തന്നെ. പ്രത്യാശയില്ലാത്ത നമ്മുടെ ജീവിതം, സ്നേഹമുള്ളവരെ, എങ്ങും എത്തില്ല. നിരാശയിൽ മാത്രം എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ ദൈവകരത്തിൽ പ്രത്യാശയോടെ നിൽക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കും. എന്തുകൊണ്ട് ആകുലത? എന്തിന് ടെൻഷൻ? എന്തിന് BP കൂട്ടുന്നു? BP കൂട്ടിയത് കൊണ്ട്, ടെൻഷൻ അടിച്ചതുകൊണ്ട് യാതൊന്നും നേടില്ല. നാം ആ നിരാശയുടെ, നാം ആകുലതയുടെ ഭാഗമായി അതിനടിമത്വം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളെ കീഴടക്കും. ആ നിരാശ നമ്മളെ കീഴ്പ്പെടുത്തും. ആ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. അത് നമ്മുടെ മനസ്സിൻ്റെ ചുമതല ഏറ്റെടുക്കും. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ അത് വരിഞ്ഞു മുറക്കും. ആകുലത കൊണ്ട് നീ ഒന്നും ഈ ലോകത്തിൽ നേടില്ല എന്ന വചനം ഉറപ്പ് തരികയാണ്. മറിച്ച് നീ ദൈവപരിപാലനയിൽ വിശ്വസിക്കണം. ദൈവപരിപാലനയിൽ വിശ്വസിക്കണം. ഇന്നലെ നിന്നെ നടത്തിയവൻ, ഇന്ന് നിന്നെ നടത്തിയവൻ നാളെ നടത്തുമെന്ന് വിശ്വസിക്കണം. കടക്കില്ല, ബുദ്ധിമുട്ടാണ്, മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇന്നലെ നീ പറഞ്ഞ വലിയ അത്ഭുതങ്ങൾ പലതും നീ അത്ഭുതകരമായി കടന്നുപോയില്ലേ? പല ചെങ്കടൽ അനുഭവങ്ങളും, മുറിച്ചു കടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറഞ്ഞ പല വിഷയങ്ങളും അത്ഭുതകരമായി നീ കടന്നില്ലേ? അതിൻ്റെ അർത്ഥം ദൈവ പരിപാലനയിൽ നീ വിശ്വസിക്കാമെങ്കിൽ ഇതിലും വലുത് നിനക്ക് കാണാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ പരിപാലനയിൽ കരം വച്ച് ജീവിതം ഉറപ്പിച്ച് മുൻപോട്ട് പോകാം. അനുഗ്രഹമാവട്ടെ. ആമേൻ.